എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മാത്സ് മൊഡ്യൂൾ 3 ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിലെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പഠിച്ച മെത്തേഡ് ഏതായിരുന്നു? വേരിയബിൾ സെപ്പറബിൾ ഫോം മെത്തേഡായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന കുറച്ച് പ്രോബ്ലംസും അതിനുശേഷം മെത്തേഡ് 2 ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. e⁻x tan y dx പ്ലസ് 1 പ്ലസ് e⁻x ഇൻറ്റു സീക്ക് സ്ക്വയർ y dy ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ഫോമിന് എക്സാമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം യൂസ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? e⁻x tan y dxനെ അതേപോലെ നിർത്തിയിട്ട് ഈ പ്ലസ് എന്ന് പറയുന്ന ടേമിനെ നമുക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 പ്ലസ് e⁻x സീക്ക് സ്ക്വയർ y dy എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടേംസ് എന്തൊക്കെയുണ്ട്? ഒരു എക്സ് ടേം ഉണ്ട്, ഒരു വൈ ടേം ഉണ്ട്, വീണ്ടും ഒരു എക്സ് ടേം ഉണ്ട്, ഒരു എക്സ് ടേം ഇവിടെ ഉണ്ട്, രണ്ട് വൈ ടേമും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ നമ്മൾ പഠിച്ചതാണ്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ ഒരു സൈഡിലും വൈ എന്ന് പറയുന്ന വേരിയബിളിനെ മറ്റേ സൈഡിലും ഇട്ടിട്ടാണ് നമ്മളത് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ആദ്യം നമുക്ക് എക്സിൻ്റെ ടേം ഒരു സ്ഥലത്തും അതുപോലെ വൈൻ്റെ ടേം അടുത്ത സ്ഥലത്താക്കി സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം എക്സിൻ്റെ ടേമാണ് എഴുതുന്നത്. അപ്പോൾ e⁻x നമുക്ക് അതേപോലെ എഴുതാം. ഇൻറ്റു dx ഈക്വൽ ടു ഇവിടെ ഒരു 1 പ്ലസ് e⁻x ഉണ്ടല്ലോ, അതിനെ നമുക്ക് നേരെ ഇങ്ങനെ എടുക്കാം. ആ ഒരു മൈനസ് സൈൻ നമുക്ക് അവിടെ തന്നെ ഇടാം. ആ ഒരു മൈനസ് സൈൻ നമുക്ക് അവിടെ തന്നെ നിർത്തിയിട്ട് 1 പ്ലസ് e⁻x എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ഇപ്പുറത്തോട്ട് എടുക്കാം. ബാക്കി ഇവിടെ എന്ത് ടേമാണുള്ളത്? സീക്ക് സ്ക്വയർ y dy ഉണ്ട്. അതുപോലെ ടാൻ വൈനെ നമുക്ക് ഇപ്പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതെന്തായിരിക്കും? ഡിവൈഡഡ് ബൈ ടാൻ വൈ ആയിരിക്കും. ഒപ്പം ഒരു മൈനസ് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഇതെന്ത് ഫോമാണ്? ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ഫോമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ എക്സിൻ്റെ ടേം സെപ്പറേറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ വൈൻ്റെ ടേമും നമ്മൾ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? 1 പ്ലസ് e⁻x നമ്മൾ u ആക്കി കൊടുക്കും. അതിനുശേഷം ഇതിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? e⁻x dx ഈക്വൽ ടു du എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട് കേട്ടോ. അതായത് ഇൻ്റഗ്രൽ f' ഡിവൈഡഡ് ബൈ f എന്ന് പറയുന്നത് എന്തായിരിക്കും? dx എന്തായിരിക്കും? അത് ലോഗ് ഓഫ് f ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലെ ടേം ഉണ്ടല്ലോ f അതിൻ്റെ ഡെറിവേറ്റീവാണ് പൊക്കത്ത് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ലോഗ് എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഏതിൻ്റെ ലോഗാണ് നമ്മളിവിടെ എടുക്കുന്നത്? ലോഗ് ഓഫ് f അതായത് ഡിനോമിനേറ്ററിൻ്റെ ലോഗ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടേമാണ് d/dx ഓഫ് ടാൻ എക്സ്. എന്താണ് d/dx ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത്? സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, d/dx ഓഫ് ടാൻ എക്സ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ആണ്. അതുപോലെ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ബി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മനസ്സിലായ? ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇൻ്റഗ്രേഷനിലോട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കൊടുത്തത്? ഈ ഒരു ടേം എന്ന് പറയുന്നത് u ആണ്. e⁻x dx എന്താണ്? du ആണ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? du/u. ഓക്കെ, ഈക്വൽ ടു എന്താണ്? ആ മൈനസ് നമുക്ക് പുറത്തിട്ടിട്ട് ഇൻ്റഗ്രൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ല ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ടാൻ വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ വൈ ആണ്.
അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റിസൾട്ടായിട്ട് ലോഗ് ഓഫ് ടാൻ വൈ എന്ന് കിട്ടും, പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അടിയിലത്തിൻ്റെ ഡെറിവേറ്റീവാണ് പൊക്കത്ത് കിടക്കുന്നതെങ്കിൽ ലോഗായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ യു ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ലോഗ് യു എന്ന് എഴുതാം. ഈക്വൽ ടു എന്താണ്? മൈനസ് ഓഫ് ലോഗ് ഓഫ് ടാൻ വൈ പ്ലസ് സീനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് സി എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ബി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ലോഗ് യു എന്ന് പറയുമ്പോൾ യുവിനൊരു വാല്യൂ ഇവിടെ ഉണ്ടല്ലോ, ആ വാല്യൂ നമുക്കിവിടെ കൊടുക്കാം. യുവിൻ്റെ വാല്യൂ എന്താണ് ഇവിടെ? 1 പ്ലസ് ഇ റേസ് ടു എക്സ് ആണ്. 1 പ്ലസ് ഇ റേസ് ടു എക്സ് ആണ്. ഈക്വൽ ടു എന്താണ്? മൈനസ് ലോഗ് ഓഫ് ടാൻ വൈ പ്ലസ് ലോഗ് സി. സംശയമില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന മൈനസിനെ ഇപ്പുറത്തോട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്ന ആ ഒരു ഫോമിലോട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എത്തും. അപ്പോൾ അവിടുത്തെ വാല്യൂ എന്തായിരിക്കും? ലോഗ് ഓഫ് 1 പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് ലോഗ് ഓഫ് ടാൻ വൈ ഈക്വൽ ടു എന്താണ്? ലോഗ് സി ആണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ബി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് 1 പ്ലസ് ഇ റേസ് ടു എക്സ് ടാൻ വൈ ഈക്വൽ ടു എന്താണ്? ലോഗ് സി ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ എന്ത് മാറ്റണം? ലോഗിൽ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല, ഈ ലോഗിനെ നമുക്ക് മാറ്റണം. അതിനായിട്ട് നമ്മൾ ഇ റേസ് ടു എടുക്കും. രണ്ട് വശത്ത് നമ്മൾ ഇ റേസ് ടു എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഗ് എന്ന് പറയുന്ന ടേം ഇവിടെ നിന്ന് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1 പ്ലസ് ഇ റേസ് ടു എക്സ് ടാൻ വൈ ഈക്വൽ ടു എന്താണ്? സി എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. മനസ്സിലായ? അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നമ്മൾ ആദ്യം തന്നെ ചോദ്യം എഴുതിയതിന് ശേഷം നമ്മളതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കി എടുത്ത്, അല്ലേ, വി എസ് ആക്കി എടുത്ത്, എന്നിട്ട് അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിച്ച റൂൾസ് എന്തൊക്കെയാണ്? താഴെ കിടക്കുന്നതിൻ്റെ ഡെറിവേറ്റീവാണ് ഇൻ്റഗ്രേഷൻ്റെ അകത്ത് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ ആയിരിക്കും. അതേപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ആണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ബി ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കാണാതെ പഠിച്ച് വെക്കാം കേട്ടോ, കാരണം ഇതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് ഇൻ്റഗ്രേഷൻ്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ വാല്യൂസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ലോഗ് എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിലോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ലോഗ് എന്ന് പറയുന്ന ആ ഒരു ടേമിലോട്ടെത്തി. ഈ ലോഗ് കളയാൻ നമ്മൾ എന്ത് ചെയ്ത്? നമ്മൾ ഇ റേസ് ടു എടുത്ത് രണ്ട് സൈഡിലും. അപ്പോൾ ഇ റേസ് ടുവും ലോഗും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് കിട്ടി? 1 പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ടാൻ വൈ ഈക്വൽ ടു സി എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യമാണ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം തന്നെ ചോദ്യം അതേപോലെ എഴുതാം. ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ ഡി വൈ ഈക്വൽ ടു വൈ പ്ലസ് 1 ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കിയിട്ട് എഴുതണം. അതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? എക്സ് ഒരു സ്ഥലത്ത് വൈ ഒരു സ്ഥലത്ത്, അങ്ങനെയല്ല നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആ ഒരു ടേമിലോട്ട് നമുക്കിതിനെ കൊണ്ടുവരാം. വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു, ഈ വൈനെ നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1. ബാക്കി ഇവിടെ എന്തുണ്ട്? ഇ റേസ് ടു എക്സ് ഡി എക്സ് ഉണ്ട്, ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് 1. ഈ ടേം ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? ഡിവൈഡ് ആയിരിക്കും. അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് 1. ഇതെന്ത് ഫോമാണ്? ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ വെറുതെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ?
അങ്ങനെ വെറുതെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഇവിടെ y+1ഉം അതേപോലെ e⁻x+1 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വാല്യൂസൊക്കെ കൊടുക്കണം. അതെന്തായിരിക്കും? e⁻x+1 ഈക്വൽ ടു എന്തായിരിക്കും? u ആക്കിയെടുക്കും. അതിനുശേഷം നമ്മളിതിനെ ഡെറിവേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? e⁻x dx ഈക്വൽ ടു du എന്ന് കിട്ടും. ഇത് ആരുടെ കാര്യമാണ്? നമ്മുടെ RHSൻ്റെ കാര്യമാണ്. ഇനി LHS നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് y+1 ഉണ്ട്, പൊക്കത്ത് y മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലോഗ് എന്താണെങ്കിലും എടുക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ല പൊക്കത്ത് കിടക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്? ഇൻ്റഗ്രൽ അതേപോലെ എഴുതിയിട്ട് വൈയുടെ കൂടെ ഒരു 1 കൂട്ടുകയും ഒരു 1 കുറയ്ക്കുകയും ചെയ്യും. കാരണം +1ഉം -1ഉം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 ആയി പോകും. അതായത് y × dy തന്നെ നമുക്ക് കിട്ടും. ഡിവൈഡഡ് ബൈ y+1 ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ du/u എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ആദ്യത്തെ ഈ ഒരു LHSനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇൻ്റഗ്രൽ y+1 ഡിവൈഡഡ് ബൈ y+1 dy മൈനസ് ഇൻ്റഗ്രൽ 1 dy എന്ന് കൊടുക്കാൻ പറ്റും. കാരണം നമുക്കറിയാം a+b/c എന്താണ്? a/c + b/c ആണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈക്വൽ ടു നമുക്ക് നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് log of u എന്ന് കിട്ടും, പ്ലസ് cu ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് 1 ആവും അല്ലേ? അവിടുത്തെ വാല്യൂ രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് 1 ആവും. അതേപോലെ ഇവിടെ എന്തായിരിക്കും? ഇവിടെ നമ്മളൊരു -1 എഴുതിയിട്ടുണ്ട്. ബാക്കി അതിൻ്റെ അടിയിൽ എന്ത് കൂടെ ഉണ്ട്? y+1 കൂടെ ഉണ്ട്. നമ്മൾ അതേപോലെ എഴുതി. ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രൽ 1 dy എന്തായിരിക്കും? y തന്നെയായിരിക്കും, സംശയമില്ലല്ലോ. മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ പൊക്കത്തിറക്കണ? y+1 എന്തായിരിക്കും? അതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 + 0 എന്ന് കിട്ടും. ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ലോഗ് ഓഫ് ഡിനോമിനേറ്റർ y+1 ആയിരിക്കും, സംശയമില്ലല്ലോ. ഈക്വൽ ടു ലോഗ് u എന്തായിരിക്കും? പൊക്കത്ത് നമ്മൾ കൊടുത്ത u ആണ് e⁻x+1. അതിൻ്റെ കൂടെ എന്തുണ്ട്? ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് c കൂടെ ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ പറയുന്ന മൈനസ് ടേമിനെ നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ y ഈക്വൽ ടു log of e⁻x+1 പ്ലസ് ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയിരിക്കും. അപ്പോൾ log of y+1 പ്ലസ് c എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം, നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ c ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് ചെയ്തത്, പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്? കാരണം നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ, നമ്മുടെ PSCയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് y ടേമിലാണെങ്കിൽ നമ്മൾ y ടേമിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കണം, അല്ലാതെ സിയിൽ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ y ടേം മാത്രം എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ രണ്ട് ടേമിലും എന്തുണ്ട്? ലോഗ് ഉണ്ട്. log a + log b എന്താണ്? log ab ആണ് അല്ലേ? log a + log b എന്താണ്? log a + log b എന്താണ്? log ab ആണ്. അത് നമ്മളിവിടെ കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും? y ഈക്വൽ ടു log ഓഫ് e⁻x+1 ഇൻറ്റു y+1 പ്ലസ് log c എന്ന് എഴുതാം. ഓക്കെ. വീണ്ടും നമുക്ക് വന്നിരിക്കുന്നത് log a + log b ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു log ഓഫ് e⁻x+1 y+1 ഇൻറ്റു c എന്ന് വരും. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. dy/dx ഈക്വൽ ടു 1 - x + y - xy.
ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ്. കാരണം നമുക്ക് എക്സും വൈയും ഇതിന് മാറ്റി മാറ്റി എടുക്കാൻ പറ്റും. ഇത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ഒരു പ്രോബ്ലമാണ്. എന്നാലും നമ്മുടെ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് നേരിട്ട് തന്നെ എഴുതി പോവാം. അപ്പോൾ പി എസ് സിയിൽ നമുക്കിങ്ങനെ നേരിട്ട് മാക്സിമം കുറഞ്ഞ സമയത്ത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചോദ്യം വെച്ചിട്ട് 10 മിനിറ്റ് ഇരുന്നാൽ നമ്മുടെ 10 മിനിറ്റ് പോകും. 10 മിനിറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചോദ്യം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നോക്കാൻ പറ്റാത്ത പോലെ അവസ്ഥയിൽ പോകും. സോ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ മാക്സിമം സ്പീഡിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാം. ഡി വൈ നമ്മൾ അതേപോലെ എഴുതി ഈക്വൽ ടു ഡി എക്സ് നമ്മൾ ഇപ്പുറത്ത് എഴുതി. ബാക്കി ഇവിടെ എന്തൊക്കെ ഉണ്ട്? 1 മൈനസ് എക്സ് ഉണ്ട് പ്ലസ് വൈ ഉണ്ട്. ഈ വൈ നമ്മൾ കോമൺ ആക്കി പുറത്തെടുത്തിട്ട് 1 മൈനസ് എക്സ് ആക്കി എഴുതി. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 1 മൈനസ് എക്സ് കോമൺ ആണ്. അപ്പോൾ 1 മൈനസ് എക്സ് നമുക്ക് കോമൺ ആക്കി എടുക്കാം. ശേഷം നമുക്ക് എന്ത് എഴുതാം? 1 പ്ലസ് വൈ എന്ന് എഴുതാം. ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു എന്താണ്? ഡി വൈ ആണ്. അപ്പോൾ ഈ വൈ ടൈം നമുക്ക് ഇപ്പുറത്തോട്ട് എടുക്കാം. ഡി വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ ഈക്വൽ ടു എന്താണ്? 1 മൈനസ് എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇതെന്താണ്? ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. എങ്കിൽ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? 1 പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് nx റേസ് ടു n-1 അതല്ലേ? ഇവിടെ വൈയുടെ വാല്യൂ എന്താണ്? പവർ 1 ആണ്. 1 നമ്മൾ അതേപോലെ എഴുതി. y റേസ് ടു 1-1 എന്താണ്? 0 ആണ്. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. അതല്ലേ ഇവിടെ കിടക്കണം. അപ്പോൾ നമ്മൾ എന്തെഴുതും? ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എഴുതും. ഈക്വൽ ടു എന്താണ്? 1 മൈനസ് എക്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇൻ്റഗ്രൽ 1 ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എക്സും ഇവിടുത്തത് എക്സ് സ്ക്വയർ ബൈ 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഗ് ഓഫ് 1 പ്ലസ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി യു ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനൊന്നുകൂടി ചെറുതാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 1 പ്ലസ് വൈ ഈക്വൽ ടു 2x മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ സിയിലാണ് തരുന്നതെങ്കിൽ നമ്മൾ സി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ ഇത് നേരെ ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിരിക്കും? ലോഗ് ഓഫ് 1 പ്ലസ് വൈ മൈനസ് 2x മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും. ഇതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ലോഗ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ. ഇതിൻ്റെ ജനറൽ സൊല്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ലോഗിൻ്റെ അകത്താണ് ഡി ബൈ ഡി എക്സ് വന്നേക്കണത്. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ലോഗ് കളയാൻ നമ്മൾ ഇ റേസ് ടു 2 സൈഡിലും എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഈക്വൽ ടു എന്താണ്? ഇ റേസ് ടു എ എക്സ് ഇൻറ്റു ഇ റേസ് ടു ബി വൈ എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനെയാണിത് വന്നതെന്ന്. ഇ റേസ് ടു 2 പ്ലസ് 5 എന്തായിരിക്കും? ഇ റേസ് ടു 2 ഇൻറ്റു ഇ റേസ് ടു 5 ആയിരിക്കും. കാരണം ഇവിടുത്തെ ബേസ് സെയിം ആണെങ്കിൽ നമ്മൾ പവർ തമ്മിൽ ആഡ് ചെയ്യും. അങ്ങനെയാണിത് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കാനായിട്ട് എക്സും വൈയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം വൈ ടേമിനെ നമ്മുടെ എൽ എച്ച് എസിൽ വെക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ ഇ റേസ് ടു ബി വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. ഇപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. ശേഷം ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ബി വൈ ബൈ മൈനസ് ബി എന്ന് കിട്ടും. ഈക്വൽ ടു എന്താണ്? ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിലോട്ട് നമ്മൾ എത്തിയെന്ന്. കാരണം ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ 1 ബൈ ഇ റേസ് ടു ബി വൈ ആണ്. ഇത് നേരെ പൊക്കത്ത് വരുമ്പോൾ എന്താവും? ഇ റേസ് ടു മൈനസ് ബി വൈ ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും?
ഇ റേസ് ടു മൈനസ് ബി വൈ ഡിവൈഡഡ് ബൈ മൈനസ് ബി എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടേമും കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ തന്നിരിക്കുന്നത് സിയിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ബി വൈ ഡിവൈഡഡ് ബൈ മൈനസ് ബി പ്ലസ് ഇപ്പുറത്തോട്ടും എന്തായിരിക്കും, മൈനസ് ആയിരിക്കും അല്ലേ. അപ്പോൾ മൈനസ് ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ. ഇതിനെ നമുക്ക് ഒന്നുകൂടി സിമ്പിളായിട്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും വരുന്നത്, സി ഈക്വൽ ടു 1 ബൈ ഇ റേസ് ടു മൈനസ് ബി വൈ ഇൻറ്റു ബി, കൂട്ടൊരു മൈനസ് ഉണ്ട്, വീണ്ടും മൈനസ് ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ. ഇതായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy ഈക്വൽ ടു 1 പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ആക്കണം, ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, dy നമ്മൾ അതേപോലെ എഴുതി, ശേഷം നമ്മൾ ഇതിനെ ഇപ്പുറത്തോട്ട് എടുത്ത്, അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഈക്വൽ ടു എന്താണ്, ഡി എക്സ് ആണ്. ശേഷം ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കുക, ഇൻ്റഗ്രൽ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്താണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, അപ്പോൾ അതേ ഫോം തന്നെയല്ലേ ഇവിടെ വന്നിരിക്കണ, കാരണം ഇവിടെ നമുക്ക് എക്സിന് പകരം വൈ ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് കിട്ടും. ഈക്വൽ ടു എന്താണ്, എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്, ടാൻ ആയിരിക്കും. അപ്പോൾ വൈ ഈക്വൽ ടു ടാൻ ഓഫ് എക്സ് പ്ലസ് സി ആണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ ഫോമിൻ്റെ അവസാനത്തെ ചോദ്യമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നാച്ചുറൽ ലോഗ് ഓഫ് dy ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആണ്. ഇതിൻ്റെ കൂടെ ഒരു മൈനസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ പറഞ്ഞതാണ് ലോഗാണെങ്കിൽ നമ്മൾ എന്തെടുക്കും, ഇ റേസ് ടു എടുക്കും. അപ്പോൾ ഇവിടെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത് 0 ആണ്, പക്ഷേ നമുക്കൊരു എ ടേം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും, നാച്ചുറൽ ലോഗ് ഓഫ് dy ബൈ ഡി എക്സ് ഈക്വൽ ടു എ എന്ന് എഴുതാൻ പറ്റും. ലോഗ് കളയാൻ നമ്മൾ ഇ റേസ് ടു എടുക്കും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഇ റേസ് ടുവും നാച്ചുറൽ ലോഗും കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് dy ബൈ ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കണമെങ്കിൽ വൈനെ അതേപോലെ നിർത്തിയിട്ട് ഇ റേസ് ടു എ ഇൻറ്റു ഡി എക്സ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എക്സും വൈയും സെപ്പറബിൾ ആണ്. ശേഷം നമ്മൾ എന്ത് ചെയ്യും, ശേഷം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ ഓഫ് 1 dy എന്തായിരിക്കും, വൈ ആയിരിക്കും. ഈക്വൽ ടു എന്താണ്, ഇ റേസ് ടു എ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ എന്തായിരിക്കും, ഇ റേസ് ടു എ തന്നെയായിരിക്കും, കാരണം അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് പുറത്താക്കി കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും, ഇ റേസ് ടു എ തന്നെ കിട്ടും. ശേഷം ഇവിടെ ഉള്ളത് ഇൻ്റഗ്രൽ 1 ഡി എക്സ് ആണ്. അതെന്താണ്, എക്സ് തന്നെയാണ്, പ്ലസ് സി ആണ്. നമ്മുടെ ചോദ്യം തന്നിരിക്കുന്നത് എന്താണ്, നാച്ചുറൽ ലോഗ് ഓഫ് dy ബൈ ഡി എക്സ് മൈനസ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ വൈ ടേംസിൽ എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് കഴിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ് 2 ആണ്. അപ്പോൾ മെത്തേഡ് 2ൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, dy ബൈ ഡി എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, ഫങ്ഷൻ ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് കോമ വൈ. മനസ്സിലായ, dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത് പൊക്കത്ത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും, താഴെ വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് എഫ് ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് ജി ഓഫ് എക്സ് ആൻഡ് വൈ ആർ എന്തായിരിക്കും, ഹോമോജീനിയസ് ആയിരിക്കും. ഓക്കെ, ഹോമോജീനിയസ് എന്ന് പറയുന്നത് പവർ ഓഫ് ഓൾ ടേംസ് ഷുഡ് ബി സെയിം. മനസ്സിലായ, മെത്തേഡ് 2ൽ പറയുന്നത് എന്താണ്, dy ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ്
എഫ് ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് ജി ഓഫ് എക്സ് ആൻഡ് വൈ ആർ ഹോമോജീനിയസ്. ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ എല്ലാ ടേംസിൻ്റെയും പവർ സെയിം ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2xy. ഇവിടുത്തെ പവർ 2 ആണ്. ഇവിടെ 1+1 എന്താണ്? പവർ 2 ആണ്. അപ്പോൾ ഇവിടുത്തെ പവർ എന്താണ്? ഇവിടുത്തെ പവർ എല്ലാം 2 ആണ്. ഇവിടുത്തെ പവർ എന്താണ്? 1+1 2 ആണ്. വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ പ്ലസ് 2xy. അപ്പോൾ ഇതെന്താണ്? എഫ് ഓഫ് എക്സ് വൈ ആണ്. ഇതെന്താണ്? ജി ഓഫ് എക്സ് വൈ ആണ്. സംശയമില്ലല്ലോ. ഓക്കെ, ഇവിടുത്തെ പവർ എന്താണ്? 3 2 + വൈയുടെ പവർ 1 ആണെങ്കിൽ 2 + 1 3 ആണ്. ഇവിടുത്തെ വൈയുടെ പവർ എന്താണ്? 2 ആണ്. ഇവിടുത്തെ എക്സിൻ്റെയും വൈയുടെയും പവർ എന്താണ്? 1+1 2 ആണ്. ഓക്കെ, എല്ലാ ടേംസിൻ്റെ പവർ സെയിം എന്ന് പറയുമ്പോൾ ഇതിൻ്റെത് സെയിം ആവണമെന്നല്ല നമ്മൾ പറഞ്ഞത്. എഫ് ഓഫ് എക്സ് വൈയുടെ പവർ എല്ലാം സെയിം ആയിരിക്കും. ജി ഓഫ് എക്സ് കോമ വൈയുടെ പവർ എല്ലാം സെയിം ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡി വൈ ബൈ ഡി എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് വൈയും ജി ഓഫ് എക്സ് വൈയും ആയിരിക്കും. ആ ഒരു ഫോമിലായിരിക്കും ഉള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് y ഈക്വൽ ടു വി എക്സ് എന്ന് കൊടുക്കും. ഓക്കെ, അതായത് y ഈക്വൽ ടു വി എക്സ് ആണെങ്കിൽ v ഈക്വൽ ടു വൈ ബൈ എക്സ് ആയിരിക്കും. സംശയമില്ലല്ലോ. വിനെ അതേപോലെ വെച്ചിട്ട് നമ്മൾ എക്സിന് ഇപ്പുറത്തെടുക്കുമ്പോൾ v ഈക്വൽ ടു വൈ ബൈ എക്സ് എന്ന് നമുക്ക് കിട്ടും. ശേഷം നമ്മൾ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് എന്ത് ചെയ്യും? ഫസ്റ്റ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വി നമ്മൾ അതേപോലെ എഴുതി. ഡി എക്സ് ബൈ ഡി എക്സ്, എക്സിൻ്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പ്ലസ് എക്സ് നമ്മൾ അതേപോലെ എഴുതി. ഡി വി ബൈ ഡി എക്സ് എടുത്തു. അപ്പോൾ ഇവിടെ രണ്ടും എന്താണ്? 1 ആണ്. അപ്പോൾ വി ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് നമുക്ക് കിട്ടും. ഇതെന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടും ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് കിട്ടും. നമുക്കൊരു ഇക്വേഷനിലോട്ട് കിട്ടും. ഈ ഒരു ഇക്വേഷനെ നമ്മൾ വി എസിലോട്ട് ആക്കിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കും. മനസ്സിലായ? അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈയും ജി ഓഫ് എക്സ് വൈയും ആയിരിക്കും. അപ്പോൾ അതിനെ യു ബൈ വി എന്ന് പറയുന്നൊരു ഫോമിലായിരിക്കും അത് കിടക്കുന്നത്. ഓക്കെ, യു ബൈ വി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ന്യൂമറേറ്ററിലും അതേപോലെ ഡിനോമിനേറ്ററിലും ആയിട്ടായിരിക്കും അത് കിടക്കുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിലെ പവർ മൊത്തം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേപോലെ ഡിനോമിനേറ്ററിലെ പവർ എല്ലാം സെയിം ആയിരിക്കും. ഇത് രണ്ടും സെയിം ആണെന്നല്ല നമ്മൾ പറയണം. ന്യൂമറേറ്ററിലെ പവർ എല്ലാം എടുക്കുകയാണെങ്കിൽ സെയിം ആയിരിക്കും. അതേപോലെ ഡിനോമിനേറ്ററിലെ പവർ എല്ലാം എടുക്കുകയാണെങ്കിൽ അതും സെയിം ആയിരിക്കും. ഇക്വേഷൻ എന്തായിരിക്കും? ഹോമോജീനിയസ് ആയിരിക്കും. ഹോമോജീനിയസ് എന്ന് പറയുന്നത് എന്താണ്? പവർ ഓഫ് ഓൾ ടേംസ് ഷുഡ് ബി സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ y ഈക്വൽ ടു വി എക്സ് എന്ന് എടുക്കും. അതായത് v ഈക്വൽ ടു വൈ ബൈ എക്സ് ആയിരിക്കും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്തായിരിക്കും? പ്രോഡക്റ്റ് റൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. ഓക്കെ, അതായത് ഡി വൈ ബൈ ഡി എക്സ് എന്ത് കിട്ടും? വി ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഇത് കട്ട് ചെയ്ത് 1 ആയി പോവും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ശേഷം ഇതിനെ നമ്മൾ വി എസ് ആക്കിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് മൈനസ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു 0. നമുക്കിതിനെ സോൾവ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ പറ്റില്ല. കാരണം ഇതിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? എക്സ് വൈ ഡി വൈ എന്ന് കിട്ടും. ഈ എക്സിനെ നമ്മൾ ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും?
ഇവിടെ ഒരു y ടേം ഉണ്ട്, പക്ഷെ അത് ത്രൂ ഔട്ട് ഡി എക്സ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം അതേപോലെ എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, എക്സ് വൈ ഡി വൈ ആയിരിക്കും. ഓക്കെ, ശേഷം ഇതിനെ നമ്മൾ എന്താണ് ആക്കുന്നത്, ഡി വൈ ബൈ ഡി എക്സ് എന്നാക്കും. അപ്പോൾ എന്ത് കിട്ടും, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് വൈ. കാരണം ഇവിടുത്തെ പവർ 1 ഉം 1 ഉം 2 ആണ്. അതായത് ഇവിടുത്തെ എഫ് ഓഫ് എക്സ് വൈ ആണ് പൊക്കത്ത് കിടക്കുന്നത്, താഴെ കിടക്കുന്നത് ജി ഓഫ് എക്സ് വൈ ആണ്. പവർ നോക്കുകയാണെങ്കിൽ പവർ 2 ആണ്. അപ്പോൾ ഇതെന്താണ്, ഹോമോജീനിയസ് ഇക്വേഷനാണ് നമുക്ക് പൊക്കത്തും താഴെയും കിടക്കുന്നത്. സംശയമില്ലല്ലോ. ശേഷം നമ്മൾ എന്താ പറഞ്ഞത്, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് y ഈക്വൽ ടു വി എക്സ് ആക്കി എടുക്കും. അപ്പോൾ വി എന്തായിരിക്കും, y ബൈ എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു y കിടപ്പുണ്ട്. അപ്പോൾ ആ y ബൈ എക്സ് അല്ലേ നമുക്ക് വി ആയിട്ട് എടുക്കണേ, മനസ്സിലായ? y ബൈ എക്സ് ആണ് നമുക്ക് വി ആയിട്ട് എടുക്കണം. പക്ഷെ നമുക്കിവിടെ ആകെ ഉള്ളത് എന്താണ്, y സ്ക്വയർ ആണ്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇവിടുത്തെ രണ്ട് ടേമും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 ആകും, മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്താണ്, വി സ്ക്വയർ ആണ്, ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ താഴത്തെ ഒരു എക്സും പൊക്കത്തെ ഒരു എക്സും കട്ട് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് വൈ ബൈ എക്സ് കിട്ടും. ഈ വൈ ബൈ എക്സ് എന്താണ്, വൈ ബൈ എക്സ് എന്ന് പറയുന്നത് വി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 1 മൈനസ് വി സ്ക്വയർ ബൈ വി. ഇത്രയും കിട്ടിയല്ല, സംശയമില്ലല്ല. ശേഷം നമ്മൾ എന്താണ്, ശേഷം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ കുറച്ച് സെക്കൻഡ് മുമ്പ് പറഞ്ഞാണ്, നമ്മളിതിനെ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, ഡി വൈ ബൈ ഡി എക്സ് എന്താണ്, വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ്. സംശയമില്ലല്ലോ. ഈ ടേം നമ്മൾ ഡി വൈ ബൈ ഡി എക്സിൻ്റെ അടുത്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഡി വൈ ബൈ ഡി എക്സിനെ നമ്മൾ മാറ്റിയിട്ട് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് കിട്ടും. അതെന്തിനോട് ഇക്വേറ്റ് ചെയ്യും, 1 മൈനസ് വി സ്ക്വയർ ബൈ വിയിലോട്ട് ഇക്വേറ്റ് ചെയ്യും. സംശയമില്ലല്ലോ. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇനി നമുക്ക് എക്സിനെയും വിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വേരിയബിൾ സെപ്പറബിൾ ഫോമാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു പ്ലസ് വി കിടപ്പുണ്ട്, അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എന്ന് കിട്ടും. സംശയമില്ലല്ലോ, ഇതൊരൊറ്റ ടേമാണ്, അതിൽ നിന്ന് നമ്മൾ വി കുറക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറക്കുമ്പോൾ എന്ത് കിട്ടും, മൈനസ് വി സ്ക്വയർ എന്ന് കിട്ടും, ദ ഹോൾ ഡിവൈഡഡ് ബൈ വി ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, വിച്ച് ഇംപ്ലൈസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 മൈനസ് 2 വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി. ഓക്കെ അല്ലേ, സംശയമില്ലല്ലോ. ഇനി ഇതിനെ നമ്മൾ എക്സും വിയും ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യും. അതായത് വി ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 വി സ്ക്വയർ ഡി വി ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഇതൊരു വി എസ് ആണ്. വി എസ് എന്താണ്, വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണത് എന്താണ്, ഡിനോമിനേറ്ററിനെ യു ആക്കി ഇക്വേറ്റ് ചെയ്യും. 1 മൈനസ് 2 വി സ്ക്വയർ ഈക്വൽ ടു യു ആണ്. അപ്പോൾ ഡി യു എന്തായിരിക്കും, മൈനസ് 4 വി ഡി വി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡി യു ബൈ മൈനസ് 4 ഈക്വൽ ടു എന്തായിരിക്കും, വി ഡി വി ആയിരിക്കും. ഓക്കെ, അപ്പോൾ വി ഡി വി എന്താണ്, ഇൻ്റഗ്രൽ മൈനസ് ഡി യു ബൈ 4
ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 വി സ്ക്വയർ എന്താണ് യു ആണ് ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കും ലോഗ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ -1/4 ഉണ്ടല്ലോ, അത് നമ്മൾ നേരെ പുറത്തോട്ട് എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1/4 ഇൻ്റഗ്രൽ ഡി യു ബൈ യു ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് കിട്ടും. താഴത്തെ ഡെറിവേറ്റീവ് പൊക്കത്തെടുക്കുമ്പോൾ അവിടെ ലോഗായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ -1/4 ലോഗ് ഓഫ് യു ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ യു എന്താണ്? -1/4 ലോഗ് യുവിന് നമ്മൾ കൊടുക്കുന്നത് 1 മൈനസ് 2 വി സ്ക്വയർ ആണ് ഈക്വൽ ടു ലോഗ് എക്സ് ആണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ലോഗ് എ റേസ് ടു ബി എന്താണ്? ബ്ലോഗ് എ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ നേരെ പവറാക്കി എഴുതും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഗ് ഓഫ് 1 മൈനസ് 2 വി സ്ക്വയർ റേസ് ടു -1/4 ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ രണ്ട് വശത്തും ലോഗ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഇ റേസ് ടു കൊടുക്കും രണ്ട് വശത്തും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് 2 വി സ്ക്വയർ ദ ഹോൾ റേസ് ടു -1/4 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഓക്കെ, സംശയമില്ലല്ലേ? അപ്പോൾ വേണമെന്നാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റൻറ്റ് സി കൂടെ ചേർക്കാട്ടാ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വി എന്താണ്? വി നമ്മൾ കൊടുത്തതാണ് y/x ആണ് അല്ലേ? അപ്പോൾ y/x നമ്മൾ ഇവിടെ കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് 2 വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു -1/4 ഈക്വൽ ടു എന്താണ്? എക്സ് സി ആണ്. ഇവിടെ മൈനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യണേ? 1/, ആക്കി എഴുതും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/4 ഈക്വൽ ടു എക്സ് സി എന്ന് കിട്ടും. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ 1/4 നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കും. അപ്പോൾ എക്സ് റേസ് ടു 4 ആവും, സി റേസ് ടു 4 ആവും. അപ്പോൾ ഈ ടേം ഇവിടെ നിന്ന് പോയി കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 1/, ഈ എക്സ് സ്ക്വയറിനെ നമ്മൾ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2y സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് റേസ് ടു 4 സി റേസ് ടു 4 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നേരെ നമ്മൾ ന്യൂമറേറ്ററിൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2y സ്ക്വയർ ഈക്വൽ ടു എക്സ് റേസ് ടു 4 സി റേസ് ടു 4 എന്ന് കിട്ടും. ഇതും കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി ഇവിടെ ഉള്ളത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/x സ്ക്വയർ മൈനസ് 2y സ്ക്വയർ ഈക്വൽ ടു എക്സ് റേസ് ടു 2 സി റേസ് ടു 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? 1/c റേസ് ടു 4 ആക്കും. അതായത് ഇതിനെ നേരെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിനെ നേരെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് റേസ് ടു 4 മൈനസ് 2x സ്ക്വയർ വൈ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 1/c റേസ് ടു 4 നമുക്ക് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ c ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. അപ്പോൾ c ഈക്വൽ ടു എന്താണ്? എക്സ് റേസ് ടു 4 മൈനസ് 2x സ്ക്വയർ വൈ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് മെത്തേഡ് 2 ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമുക്ക് ഇടുന്ന ലൈക്കിൻ്റെയൊക്കെ എമൗണ്ട് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതിന് നോട്ട് വേണം എന്നാണെങ്കിൽ നമ്മൾ ഈ താഴെ എഴുതുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സിൻ്റെ നോട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നമ്പർ. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ക്ലാസ്സുമായി കാണുന്നവരെ ഇസ്മി നെവിൻ സൈനിങ് ഓഫ്.